ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതായത് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പോകണം. ഞാൻ ഈ ഒരു സ്ലൈഡ് ഡിസൈൻ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതുവരെ നീറ്റിന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നോക്കിയിട്ട് ചോദ്യങ്ങൾ വരുന്ന എല്ലാ ഭാഗങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്താ, ഇന്റർണൽ ചേഞ്ച് ഇൻ ഇന്റർണൽ എനർജിയാണ്. ഒരു സിസ്റ്റത്തിന്റെ ഇന്റർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് പറ്റുക, ഒന്ന് ഹീറ്റിനും മറ്റൊന്ന് വർക്കിനും. ക്യൂ എന്ന് വെച്ചാൽ എന്താ, എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ്. വർക്ക് എന്ന് വെച്ചാൽ എന്താ, ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താ, ഇവിടുത്തെ ഡബ്ല്യൂനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇനി നിങ്ങൾ അതിന്റെ നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യം എന്താ, അതിന്റെ സൈൻ കൺവെൻഷൻ ആണ്. ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെ, അതായത് നിങ്ങൾ 5 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് +5 ആയിട്ട് എടുക്കണം. 10 ജൂൾ ഹീറ്റ് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് -10 ആയിട്ട് എടുക്കണം. അപ്പൊ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ആണെങ്കിൽ അത് പ്ലസ് ആയിരിക്കും, ഹീറ്റ് റിലീസ്ഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് 5 ജൂൾ വർക്ക് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് 5 ജൂൾ വർക്ക് ചെയ്തു, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതുകൊണ്ട് തന്നെ അത് -5 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. പിന്നെ 5 ജൂൾ വർക്ക് സിസ്റ്റത്തിന്റെ മുകളിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം 5 ആണെങ്കിൽ അത് +5 ആയിട്ട് എടുക്കണം. അതായത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം പ്ലസ് ആയിട്ടും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം നിങ്ങൾ എന്തായിട്ട് എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇനി വർക്കിന് 3 ഇക്വേഷൻ പഠിക്കണം. വർക്കിന്റെ ജനറൽ ഇക്വേഷൻ ആണ് -P എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നുള്ളത്. ഡെൽറ്റ വി എന്താ, ചേഞ്ച് ഇൻ വോളിയം. ഒരു എക്സ്റ്റേണൽ പ്രഷറും പിന്നെ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ വി കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ഒരു പി എക്സ്റ്റേണലോടൊക്കെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് സൈൻ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. അതായത് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ, അതായത് എക്സ്പാൻഷൻ ആണെങ്കിൽ അവസാനം കിട്ടുന്ന വർക്ക് എന്തായാലും നെഗറ്റീവ് ആയിരിക്കണം. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ, കംപ്രഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്തായാലും അവസാനം വർക്ക് ഡൺ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ആ പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലൊക്കെ ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ ഇത് പഠിക്കുക, -2.303 nRT log V2/V1. ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ V2/V1 പകരം ഫൈനൽ വോളിയം ഇനീഷ്യൽ വോളിയത്തിനും പകരം ഇനീഷ്യൽ പ്രഷറും ഫൈനൽ പ്രഷറും തരികയാണെങ്കിൽ P1/P2 എന്ന് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ആ കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അടുത്തത് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ആ കെമിക്കൽ റിയാക്ഷനിലുള്ള വർക്ക് ചോദിക്കുകയാണെങ്കിൽ ഈക്വേഷൻ പഠിക്കുക, -ΔNgRT. എന്താ ΔNg എന്ന് വെച്ചാൽ എന്താ, ആ കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ നോക്കുക, പ്രൊഡക്റ്റിലുള്ള ഗ്യാഷ്യസ് മോളിൽ നിന്ന് റിയാക്ടൻസിലുള്ള ഗ്യാഷ്യസ് മോൾ മൈനസ് ചെയ്യുക, അപ്പൊ എന്ത് കിട്ടും, ΔNg കിട്ടും. അപ്പൊ -ΔNg, പിന്നെ R എന്താ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, പിന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ ആണ് T. ചെയ്താൽ എന്ത് കിട്ടും, അതിന്റെ വർക്ക് കിട്ടും. ഇത് ഞാൻ ആൾറെഡി പറഞ്ഞു. എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണ്, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. കംപ്രഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ഓൺ സിസ്റ്റം ആണ്, പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അടുത്ത വർക്കിന്റെ ചോദ്യങ്ങളെ വരിക, ഗ്രാഫ് തന്നിട്ട് ഇത് പ്രഷർ വോളിയത്തിന്റെ ഗ്രാഫ് തരും. എന്നിട്ട് ഏത് ഗ്രാഫിലാണ് ഏറ്റവും വർക്ക് ഡൺ കൂടുതലാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഏരിയ അണ്ടർ PV ഗ്രാഫ് ആണെന്ത്, വർക്ക് ഡൺ. അപ്പൊ ഏരിയ ആർക്കാണ് കൂടുതൽ, പ്രഷർ വോളിയം ഗ്രാഫിന്റെ ഏരിയ ആർക്കാണ് കൂടുതൽ, അവിടെയായിരിക്കും വർക്ക് ഡൺ കൂടുതൽ. ആ പോയിന്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓരോരോ പ്രോസസ് ആകുമ്പോൾ അതിന്റെ ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാം ΔU = Q+W. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ΔT 0 ആണ്. മക്കൾ ΔT 0 ആണെങ്കിൽ ΔU 0 ആണ്. കാരണം ΔUന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, NCV ΔT എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ΔT 0 ആയതുകൊണ്ട് ΔU 0 ആയി. ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലോട്ട് പോവാ, ΔU = Q+W അല്ലേ, നിങ്ങൾ ഇതിന് 0 കൊടുക്കുക. അപ്പൊ Q എന്ത് എഴുതി വെക്കാം, -W എന്ന് എഴുതി വെക്കാം. അത്രയേ ഉള്ളൂ, -W എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വർക്ക് കണ്ടുപിടിക്കുക, അതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. വർക്ക് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെങ്കിൽ -2.303 nRT log V2/V1. അതിൽ നിന്ന് വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. അടുത്ത ഐസോകോറിക് വോളിയം കോൺസ്റ്റന്റ് ΔV 0 ആണ്. മക്കളെ ΔV 0 ആണെങ്കിൽ ആരാ 0 ആവുക, വർക്ക് 0 ആവും. കാരണം എന്താ, വർക്കിന്റെ ഇക്വേഷൻ -P എക്സ്റ്റേണൽ ΔV ഇത് 0 ആകുമ്പോൾ വർക്ക് 0 ആവും. അപ്പൊ ΔU = Q+W, വർക്ക് 0 അല്ലേ. അപ്പൊ ΔU = Q എന്ന് എഴുതാം, QV എന്ന് എഴുതാം. എന്താ, ഐസോകോറിക് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് QV എന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് ΔU = QV എന്ന് എഴുതി വെക്കാം. അടുത്തത് അഡാബാറ്റിക് എന്ന് വെച്ചാൽ എന്താ, ഹീറ്റ് 0 എന്നല്ല, സിസ്റ്റത്തിന്റെ ഹീറ്റ് 0 എന്നല്ല, സിസ്റ്റത്തിലോട്ട് ഹീറ്റ് വരുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പോകുന്നില്ല എന്നാണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ലെങ്കിൽ റിലീസ്ഡ് ബൈ ദ സിസ്റ്റം എന്താണ്, 0 ആണ്. അപ്പോൾ ΔU = Q+W അല്ലേ. അഡാബാറ്റിക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് എന്നൊക്കെ പറയും. ഇൻസുലേറ്റഡ് ആണെങ്കിൽ ഇതിന് 0 കൊടുക്കുക. അഡാബാറ്റിക് അല്ലേ, ΔU = Q+W അല്ലേ. അപ്പൊ ΔU = വർക്ക് എന്ന് എഴുതി വെക്കാം, ΔU = വർക്ക് എന്ന് എഴുതി വെക്കാം.
മനസ്സിലായല്ലോ? അഡിയാബാറ്റിക്കിൽ Q0, അപ്പോൾ Qന് 0 കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ യു സീക്വൽ ടു എന്ത് കിട്ടും? വർക്ക് എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ഐസോതെർമൽ ഫ്രീ എക്സ്പാൻഷൻ. ഐസോതെർമൽ ഞാൻ പറഞ്ഞു ഡെൽറ്റ ടി 0 ഡെൽറ്റ ടി 0 ആണെങ്കിൽ നേരത്തെ പറഞ്ഞു ഡെൽറ്റ യു എന്താണ്? 0 ആണ്. ഇനി ഫ്രീ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? അല്ല, ഫ്രീ എക്സ്പാൻഷന് പകരം വാക്കത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറയും. ഐസോതെർമൽ പിന്നെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഫ്രീ എക്സ്പാൻഷൻ എന്ന് കേട്ടാൽ വാക്കത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറയാം. അതായത് പി എക്സ്റ്റേണൽ 0 ആയിരിക്കും. അപ്പൊ വാക്കം എന്ന് കേട്ടാലോ ഫ്രീ എക്സ്പാൻഷൻ എന്ന് കേട്ടാലോ അവിടെ പി എക്സ്റ്റേണൽ 0 എന്ന് മനസ്സിലാക്കുക. പി എക്സ്റ്റേണൽ 0 ആണെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി അല്ലേ? പി എക്സ്റ്റേണൽ 0 ആണെങ്കിൽ വർക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി 0 ആയതുകൊണ്ട് ഡെൽറ്റ യു 0 ആയി, പി എക്സ്റ്റേണൽ 0 ആയതുകൊണ്ട് വർക്ക് 0 ആയി. അപ്പം ഡെൽറ്റ യും വർക്കും 0 ആണെങ്കിൽ ക്യൂ 0 ആയിരിക്കും അല്ലേ? ഡെൽറ്റ യു ഇക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? ഇത് 0 ആണ്, ഇതും 0 ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യൂ എന്താകും? 0 ആകും. ആ പോയിന്റ് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട കാര്യമാണ് എൻതാൽപ്പിയുടെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻതാൽപ്പി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഒരു സിസ്റ്റത്തിന്റെ എനർജിയും ആ സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ട വർക്കും കൂട്ടിയാലാണ് എന്ത് കിട്ടുക? എൻതാൽപ്പി കിട്ടുക. ടോട്ടൽ എനർജി എന്നൊക്കെ പറയാം. അതായത് ഒരു സിസ്റ്റത്തിന്റെ എനർജിയും ആ സിസ്റ്റം ഉണ്ടാക്കാൻ ചെലവഴിച്ച വർക്കാൽ ചെലവഴിച്ച എനർജിയും, അതാണ് എന്ത്? എൻതാൽപ്പി എന്നുള്ളത്. അതായത് ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ പി വി നീത. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത്? ഈ ഒരു ഇക്വേഷൻ. കാരണം ക്വസ്റ്റ്യൻ വരില്ല എങ്ങനെയാണെന്ന് അറിയോ? ഒരു കെമിക്കൽ റിയാക്ഷൻ തരും. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ആ കെമിക്കൽ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് തരും, ഡെൽറ്റ യു ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇത് അവിടെ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു, എന്നിട്ട് അവർ ഡെൽറ്റ എച്ച് തന്നു എന്ന് വിചാരിക്കും, ഡെൽറ്റ യു ആ ചോദ്യം എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ചെയ്ത് ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ എൻ ജി അറിയണം. പ്രൊഡക്റ്റിൽ എത്ര ഗ്യാഷ്യസ് മോൾ ഉണ്ട്? 2 + 4 6. റിയാക്ടൻസിലോ 2 + 3 5. അപ്പൊ 6 - 5 1 കിട്ടും. അപ്പൊ ഡെൽറ്റ എൻ ജിക്കൂടെ 1 കൊടുക്കുക. 6 പിന്നെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ടി എന്താണ്? ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ യു കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഡെൽറ്റ യു തരും, ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിന് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഡെൽറ്റ എച്ചിന് നമുക്ക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയാം കേട്ടോ. ഡെൽറ്റ യുവിനെ ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നും പറയാം കേട്ടോ. ബാക്കി അതേപോലെ എഴുതി വെക്കുക. അപ്പോൾ ചില സമയത്ത് അവർ ചോദിക്കുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും ചോദിക്കുക. അതിന്റെ അർത്ഥം ആക്ച്വലി ഡെൽറ്റ യു ആണ് ചോദിക്കുന്നതെന്നാണ്. ചില സമയത്ത് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ചോദിക്കും, അതായത് ഡെൽറ്റ എച്ച് ആണ് ചോദിക്കുന്നത്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി എന്ന് പഠിക്കണം, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി എന്ന് പഠിക്കണം. ഓക്കെ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് ഞാൻ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ലൈവിന്റെ ഇന്നലത്തെ OG സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് എന്ത് ചെയ്യുക? കണ്ടിട്ട് ഇതിന്റെ സൊല്യൂഷൻ ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. അറിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇതിന്റെ സൊല്യൂഷൻ എന്നോട് കൊടുത്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. ഇതിന്റെ സൊല്യൂഷൻ ആൾറെഡി ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ നീറ്റിന് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ സൊല്യൂഷൻ ഒക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നോക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ആൾറെഡി അതിന്റെ സൊല്യൂഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും പറയാത്തത്. നിങ്ങൾ നിർബന്ധമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? എത്ര തിയറി പഠിച്ച ഒരാൾക്കും യൂണിറ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് 1 ലിറ്റർ ATM എത്ര ജൂളാണ്, 1 ലിറ്റർ ബാർ എത്ര ജൂളാണ്, 1 കലോറി എത്ര ജൂളാണ്, ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. അത് മാത്രമല്ല ആറിന്റെ വാല്യൂ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ആൻസർ, വർക്കിന്റെ ആൻസർ അല്ലെങ്കിൽ എനർജി ഹീറ്റിന്റെ ആൻസർ കിട്ടേണ്ട ജൂളിലാണെങ്കിൽ ആറിന്റെ വാല്യൂ 8.314 ആ കൊടുക്കണ്ടേ. കിലോ ജൂൾ ആണെങ്കിൽ ഇതാ കൊടുക്കണം, 8.314 10 - -3 കൊടുക്കണ്ടേ. കലോറി ആണെങ്കിൽ 2 കൊടുക്കണം. കിലോ കലോറിയിലാണെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ലിറ്റർ ATM വേണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ കൊടുക്കണം. ലിറ്റർ ബാറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ആണ് 6 കൊടുക്കേണ്ടത്. അതും നിർബന്ധമായിട്ടും മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ ഒക്കെ ആൾറെഡി നമ്മൾ ലൈവ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള തിയറിയാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ തിയറി അറിയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. സൊല്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഒരു സബ്സ്റ്റൻസിന്റെ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ എത്രമാത്രം ഹീറ്റ് കൊടുക്കണോ അതാണ് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു Q ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. മോളാർ ഹീറ്റ് കപ്പാസിറ്റിയോ? 1 മോളിന്റെ ഹീറ്റ് കപ്പാസിറ്റിയോ? അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയെ കൊണ്ട് നമ്പർ ഓഫ് മോള് ഡിവൈഡ് ചെയ്യാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയോ? 1 ഗ്രാമിന്റെ ഹീറ്റ് കപ്പാസിറ്റിയോ? അതുകൊണ്ട് ഹീറ്റ് കപ്പാസിറ്റിയെ കൊണ്ട് മാസ് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന്റെ ബേസ്ഡ് ആയിട്ട് ചെയ്യാം. എടാ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ഇത്
മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുള്ളതെന്ന് ചിലപ്പം പറയുന്നില്ല, അല്ലെങ്കിൽ യൂണിറ്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം അല്ലെ, പെർ മോള. അതുകൊണ്ട് ഇത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് ഉറപ്പാണ്. വെൻ 1 kJ ഓഫ് ഹീറ്റ് ഈസ് സപ്ലൈഡ് ടു 100 gram ഓഫ് വാട്ടർ വിച്ച് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആ ചോദ്യം. മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യം എന്താ, അതായത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, കൊടുത്ത ഹീറ്റും തന്നിട്ടുണ്ട്, പിന്നെ മാസും തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം, എത്ര ടെമ്പറേച്ചർ കൂടി എന്ന് കണ്ടുപിടിക്കണം, എത്ര ടെമ്പറേച്ചർ കൂടി എന്ന് കണ്ടുപിടിക്കണം. അത് നമുക്കറിയാം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ ചെയ്ത് Q/N ΔT. അവിടെ ΔT ഈസ് ഈക്വൽ ടു എന്താ, Q/N മോളാർ ഹീറ്റ് കപ്പാസിറ്റി. Q തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചൂടെ, അതറിയാം. എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് മോൾ എന്നാ, നമ്പർ ഓഫ് മോൾ കണ്ടുപിടിച്ചൂടെ. എങ്ങനെ കണ്ടുപിടിക്കുക, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇത് 100 gram വാട്ടർ, അപ്പൊ ഗിവൺ മാസ് 100, മോളാർ മാസ് എത്ര വാട്ടറിന്റെ 18 ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. ഇത് വർക്ക്ഔട്ട് ചെയ്താൽ എന്ത് കിട്ടും, ΔT കിട്ടും. എടാ മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നത്, അപ്പൊ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇക്വേഷൻ എഴുതി വെക്കുക, Q/N ΔT. N എന്താണ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ചെയ്യുക. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ΔT ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. 2.4 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. നമ്മളിനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണെന്ത്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താ ഡീൽ ചെയ്യുന്നത്, ഒരു റിയാക്ഷന്റെ സ്പോണ്ടാനിറ്റിയെ കുറിച്ചാണ്. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന്. എന്താ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, ഇറ്റ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പഠിക്കണം. സ്വന്തമായിട്ട് നടക്കുന്ന ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണെന്ത്, സ്പോണ്ടേനിയസ് പ്രോസസ്. ആ കാര്യം നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു സിസ്റ്റത്തിന്റെ സ്പോണ്ടാനിറ്റി, ഒരു റിയാക്ഷന്റെ സ്പോണ്ടാനിറ്റി തീരുമാനിക്കുന്നത് ആക്ച്വലി 3 ഫാക്ടേഴ്സ് ആണ്. ഇയാൾ കൊണ്ട് മാത്രം നമുക്ക് സ്പോണ്ടാനിറ്റി പറയാൻ പറ്റില്ല, ഇയാൾ കൊണ്ട് മാത്രവും പറയാൻ പറ്റില്ല. സിസ്റ്റത്തിന്റെ എൻട്രോപ്പി നോക്കിയിട്ട് മാത്രം നമുക്ക് ഒരാളുടെ സ്പോണ്ടാനിറ്റി പറയാൻ പറ്റില്ല. അതേപോലെ സിസ്റ്റത്തിന്റെ എൻതാൽപ്പി വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല. അവിടെ ഇയാൾക്കും എന്തുണ്ട്, റോൾ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പൊതുവെ എൻതാൽപ്പി ഓഫ് ദി സിസ്റ്റം അല്ലെങ്കിൽ റിയാക്ഷന്റെ എൻതാൽപ്പി എനർജി കുറയുന്നതാ നല്ലത്, അതായത് എൻതാൽപ്പി നെഗറ്റീവ് ആവുന്നതാ നല്ലത്. അതുകൊണ്ട് തന്നെ മിക്ക എക്സോതെർമിക് റിയാക്ഷനും സ്പോണ്ടേനിയസ് ആയിരിക്കും. പക്ഷേ ചില സമയത്തൊക്കെ എൻഡോതെർമിക് റിയാക്ഷനും സ്പോണ്ടേനിയസ് ആവാറുണ്ട്. പോസിറ്റീവ് ആയാലും എൻതാൽപ്പി പോസിറ്റീവ് ആയാലും ചില സമയത്ത് എന്താവാറുണ്ട്, സ്പോണ്ടേനിയസ് ആവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് മാത്രം പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കൂടുന്നത് നല്ലതാ, ഫേവറബിളാ, അതാണ് പോസിറ്റീവ് ആവുന്നതാണ് നല്ലത്. പക്ഷെ ചില സമയത്ത് സിസ്റ്റത്തിന്റെ എൻട്രോപ്പി നെഗറ്റീവ് ആയാലും സ്പോണ്ടേനിയസ് ആവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും കൂടി വേണം, ടെമ്പറേച്ചറിന്റെ റോളും ഉണ്ട്. അപ്പൊ ഈ 3 ആളെയും നോക്കണം. സിസ്റ്റത്തിന്റെ 3 ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ 3 ഫാക്ടറിനെയും ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യുന്ന ടേമാണ് എന്ത്, ഗിബ്സ് ഫ്രീ എനർജി. അതായത് എൻതാൽപ്പിയും ടെമ്പറേച്ചറും എൻട്രോപ്പിയും കൺസിഡർ ചെയ്തിട്ടുള്ള ടേമാണ് എന്ത്, ഗിബ്സ് ഫ്രീ എനർജി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് 0 കിട്ടുകയാണെങ്കിൽ ഇക്വിലിബ്രിയം. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് ഈ പോയിന്റെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം സിസ്റ്റത്തിന്റെ ΔG നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ആ കാര്യം നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി പറയേണ്ടത് ഒരു ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. അതായത് ΔH നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും, ഫേവറബിളാ. എൻട്രോപ്പി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, അതും ഫേവറബിളാ. രണ്ടും ഫേവറബിൾ ആണെങ്കിൽ പിന്നെ ടെമ്പറേച്ചറിന് റോൾ ഇല്ല, എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആയിരിക്കും. എൻതാൽപ്പി പോസിറ്റീവും എൻട്രോപ്പി നെഗറ്റീവും രണ്ടും അൺഫേവറബിളാ, അപ്പോൾ ടെമ്പറേച്ചറിന് റോൾ ഇല്ല, എല്ലാ ടെമ്പറേച്ചറിലും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ടെമ്പറേച്ചറിന് എപ്പോഴാണ് റോള് വരിക, ഒരാള് ഫേവറബിളും മറ്റൊരാൾ അൺഫേവറബിൾ ആകുമ്പോൾ എൻട്രോപ്പി കൂടുക ഫേവറബിളാ, എൻതാൽപ്പി കൂടുക അൺഫേവറബിളാ, അപ്പൊ ടെമ്പറേച്ചറിന് റോള് വരും. ഏത് ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക, ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പം, രണ്ടും പോസിറ്റീവ് അല്ലേ, അപ്പൊ സ്പോണ്ടേനിയസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ എന്ന് പഠിച്ചു. ഇനി ΔH നെഗറ്റീവ് ഫേവറബിളാ, എൻട്രോപ്പി നെഗറ്റീവ് അൺഫേവറബിൾ ആ. അപ്പൊ ഒന്ന് ഫേവറബിൾ മറ്റൊന്ന് അൺഫേവറബിൾ ആകുമ്പോൾ ടെമ്പറേച്ചർ റോള് വരും. ഇവിടെ ഏത് ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക, അത് എളുപ്പം, രണ്ടും നെഗറ്റീവ് അല്ലേ, ഇപ്പൊ ലോവർ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആകും. അപ്പൊ എങ്ങനെ ഏതാണ് ലോവർ ടെമ്പറേച്ചർ ഏതാണ് ഹയർ ടെമ്പറേച്ചർ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനേക്കാളും ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ കേസിൽ സ്പോണ്ടേനിയസ് ആകും, ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിനേക്കാളും ലോവർ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ കേസിൽ സ്പോണ്ടേനിയസ് ആകും. എങ്ങനെ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, അത് എളുപ്പമല്ലേ. ഇവിടെ ഇക്വിലിബ്രിയത്തിൽ ΔH 0 അല്ലേ, അപ്പൊ ΔH 0 എന്ന് കൊടുക്കുക. അപ്പൊ ΔH ഈക്വൽ ടു T ΔS എന്ന് എഴുതാം. അപ്പൊ T ഈക്വൽ ടു എന്താ, ΔH/ΔS. ഈ സമയത്തുള്ള ഇതെന്താണോ അതാണ് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ. അതിനേക്കാളും കൂടുതലാണെങ്കിൽ ഈ കേസ് സ്പോണ്ടേനിയസ് ആകും, അതിനേക്കാളും കുറവാണെങ്കിൽ ഈ കേസ് സ്പോണ്ടേനിയസ് ആകും. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സിൽ പോയിട്ട് എന്ത് ചെയ്യാം, OG സീരീസിൽ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് പോയിട്ട് കാണാം. ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുകയാണെ, എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 100% സ്പോണ്ടേനിയസ് ആണ്. അതെന്താ,
ആണ് ടോട്ടൽ എൻട്രോപ്പി. സിസ്റ്റത്തിന്റെ എൻട്രോപ്പി നെഗറ്റീവ് ആണെങ്കിലും എന്താവാറുണ്ട്, ചില സമയത്ത് സ്പോണ്ടേനിയസ് ആവാറുണ്ട്. ടോട്ടൽ യൂണിവേഴ്സിന്റെ സറൗണ്ടിങ്ങിന്റെയും സിസ്റ്റത്തിന്റെ ആഡ് ചെയ്തിട്ടുള്ള എൻട്രോപ്പി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 100% റിയാക്ഷൻ എന്തായിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആ കാര്യം ഒന്ന് പഠിക്കുക. ഇനി എൻട്രോപ്പിന്റെ ഇക്വേഷൻ പഠിക്കണം. എൻട്രോപ്പി എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഹീറ്റ് ബൈ ആ സമയത്തുള്ള ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ Q/T ആണ് എൻട്രോപ്പിയുടെ ഇക്വേഷൻ. അതൊന്ന് ഓർത്തു വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ കൺവേർഷൻസ് പഠിക്കണം. സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുന്ന സമയത്തുള്ള പ്രോസസ്സാണ് മെൽറ്റിംഗ്, ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സാണ് വേപ്പറൈസേഷൻ. അപ്പൊ ഈ സമയത്തുള്ള എൻട്രോപ്പിയുടെ ചേഞ്ചിന്റെ ഇക്വേഷൻ, അതായത് ഈ സമയത്തുള്ള എൻട്രോപ്പിയാണ് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ. അപ്പൊ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ Q/T അല്ലേ. ഈ സമയത്തുള്ള ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. മെൽറ്റ് ചെയ്യുന്ന സമയത്തുള്ള എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാണ് ആ സമയത്തുള്ള ഹീറ്റിനെ വിളിക്കുന്ന പേരാ എൻതാൽപ്പി ഓഫ് മെൽറ്റിംഗ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡെൽറ്റ S ഈക്വൽ ടു Q/T എന്ന അത് മെൽറ്റ് ചെയ്യുന്ന സമയത്തുള്ള Q ആണ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് മെൽറ്റിംഗ് ബൈ ആ സമയത്തുള്ള ടെമ്പറേച്ചർ ആണ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് ലിക്വിഡ് ഗ്യാസ് ആവുന്ന സമയത്തുള്ള എൻട്രോപ്പി ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ എൻട്രോപ്പി ഇക്വേഷൻ എന്താ, Q/T ഹീറ്റ് ബൈ ടെമ്പറേച്ചർ. ഈ സമയത്തുള്ള ഹീറ്റിനെ വിളിക്കുന്ന പേര്, ലിക്വിഡ് ഗ്യാസ് ആവുന്ന സമയത്തുള്ള ഹീറ്റിനെ വിളിക്കുന്ന പേര് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ബൈ ബോയിലിംഗ് പോയിന്റ് അല്ലെ, ബോയിൽ ചെയ്യുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. അടുത്തത് സോൾഡ് ഗ്യാസ് ആവുന്ന സമയത്തുള്ള ഇതെന്താ വിളിക്കുക, സബ്ലിമേഷൻ എന്ന് വിളിക്കാം. ആ സമയത്തുള്ള എൻട്രോപ്പി ചോദിക്കുകയാണെങ്കിൽ എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ. എൻട്രോപ്പിന്റെ ഇക്വേഷൻ എന്താ, Q/T. അപ്പൊ സോൾഡ് ഗ്യാസ് ആവുന്ന സമയത്തുള്ള ഹീറ്റ് ആണെന്ത്, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ബൈ ആ സമയത്തുള്ള ടെമ്പറേച്ചർ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഐസോതെർമൽ കണ്ടീഷനിൽ എൻട്രോപ്പിയുടെ ഇക്വേഷൻ പഠിക്കാം. എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്താ, Q/T എന്നാ. ഐസോതെർമൽ ആകുമ്പം നമുക്കറിയാം ഡെൽറ്റ യു 0 ആണെങ്കിൽ Q ഈക്വൽ ടു എന്ത് ചെയ്താൽ -W എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടുത്തെ Qന് പകരം -W എന്ന് എഴുതാം. ഐസോതെർമൽ Wന്റെ ഇക്വേഷൻ എന്താ, -2.303 nRT log V2/V1. അപ്പൊ ഇത് മൈനസ് വർക്കിന്റെ ഇക്വേഷൻ ആണ്. ഇത് മൈനസ് വർക്ക് ആകുമ്പോൾ വീണ്ടും ഒരു മൈനസ് കൊടുക്കാം. മൈനസ് എന്താ, പ്ലസ് വരും. അപ്പം ഞാൻ -W ഞാൻ ഇവിടെ എഴുതി വെച്ചു ബൈ ടെമ്പറേച്ചർ. ഈ ടിയും ഡിയും കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഡെൽറ്റാസിന് ഇക്വേഷൻ കിട്ടി +2.303 nR log V2/V1. ഇനി പ്രഷർ ആണെങ്കിൽ P1/P2. ആ കാര്യവും ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് റെഫർ ചെയ്യാം. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇത്രയും പറഞ്ഞ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇതൊക്കെ നീറ്റിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ നിർബന്ധം കണ്ടല്ലേ. നോക്കിക്കേ, ഈ ഇക്വേഷൻ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ളൂ. ഡെൽറ്റ S ഈക്വൽ ടു ഐസോതെർമൽ ആണെങ്കിൽ nR 2.303 nR log P1/P2. ഇനി ലോഗിന് പകരം LN ആണെങ്കിൽ 2.303 വേണ്ട. അപ്പൊ nR LN P1/P2. അതിന്റെ സൊല്യൂഷനൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമാണ് തെർമോകെമിസ്ട്രി. അതായത് നിങ്ങൾക്ക് ഈ ഗ്രാഫിനെ കുറിച്ച് നല്ലപോലെ അറിയണം. ഇവിടെ റിയാക്ടൻസിന്റെ എനർജി കൂടുതലും പ്രൊഡക്റ്റിന്റെ എനർജി കുറവാണ്. അപ്പൊ റിയാക്ടിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ എനർജി കുറഞ്ഞു, എൻതാൽപ്പി അവിടെ നെഗറ്റീവ്, എനർജി കുറയുക, ഡെൽറ്റ H നെഗറ്റീവ്. അതുകൊണ്ട് ഇത് എക്സോതെർമിക് ആണ്. ഇവിടെ എനർജി കൂടിയതാണ്, അതുകൊണ്ട് ഇതെന്താണ്, എൻഡോതെർമിക് ആണ്. ഈ വാല്യൂമാണ് മക്കളെ ഡെൽറ്റ H ഉണ്ടാവുക കേട്ടോ. പ്രൊഡക്റ്റിന്റെ എനർജിയും റിയാക്ടൻസിന്റെ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതും നമ്മൾ ഡിഫറൻസ് എത്ര, ഇതല്ലേ, ഇതാണ് ഡെൽറ്റ H ഓഫ് ദിസ് റിയാക്ഷൻ, ഇതാണ് ഡെൽറ്റ H ഓഫ് ദിസ് റിയാക്ഷൻ. ഇത് കൂടിയതായതുകൊണ്ട് പോസിറ്റീവ്, ഇത് കുറഞ്ഞതായതുകൊണ്ട് നെഗറ്റീവ്. ഇത് എക്സോതെർമിക്, ഇത് എൻഡോതെർമിക്. ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ ക്വസ്റ്റിനൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. ഇനി പഠിക്കേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ഉണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ. ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷൻസിലുള്ള പ്രൊഡക്റ്റിന്റെയും റിയാക്ടൻസിന്റെ ഒക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അറിയുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റിൽ നിന്നും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്ടന്റ് മൈനസ് ചെയ്യുക. ഒരു റിയാക്ഷൻ തന്നിട്ട് ആ റിയാക്ഷനിലുള്ള ഓരോന്നിനും റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെ ഒക്കെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ അറിയുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്ടന്റ് മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുക. ഒരു കാര്യമുണ്ട്, ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എൻതാൽപ്പി ഓഫ് കമ്പഷൻ നിങ്ങൾ നെഗറ്റീവ് എടുക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നത് പോസിറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾ എൻതാൽപ്പി ഓഫ് കമ്പഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. എന്നാലാണ് ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇനി ഒരു നിങ്ങൾ റിയാക്ഷൻ തന്നു, ആ റിയാക്ഷനിലുള്ള റിയാക്ടൻസിന്റെയും പ്രൊഡക്റ്റിന്റെ ഒക്കെ ബോണ്ട് എൻതാൽപ്പി അറിയുകയാണെങ്കിൽ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരികയാണെങ്കിൽ മാത്രമാണ് ഓരോന്നിന്റെയും പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കുക, റിയാക്ടൻസിന്റെ കണ്ടുപിടിക്കുക, രണ്ടും മൈനസ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ് ആണ്. ആ പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. ഇത് ബേസ്ഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് റെഫർ ചെയ്ത് വെക്കാം. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, OG സീരീസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. അതൊക്കെ അപ്പൊ ഇതിൻ്റെതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം.
അത് നമ്മൾ അതിവിടെ ചെയ്തിട്ടില്ല, ഞാനിവിടെ ചെയ്തു തരാം. നോക്കിക്കേ, എന്താ കണ്ടുപിടിക്കണ്ടേ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓരോന്നിൻ്റെയും തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈനാ ചോദ്യം. മക്കൾ എന്താണോ തന്നത് അത് നോക്കുക. എൻതാൽപ്പി ഓഫ് കമ്പഷനാണ് തന്നത്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നാൽ ഇനി ഒരു ഡൗട്ടും വേണ്ട. നിങ്ങളൊരു റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷനാണ് ഓഫ് ആർ ഈത്തൈൻ. അപ്പോൾ ഈത്തൈൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആദ്യം നിങ്ങളൊന്ന് എഴുതുക. ഈത്തൈൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ എങ്ങനെ എഴുതുക? ഒരു മോൾ ഈത്തൈൻ ഫോം ചെയ്തു. എവിടുന്ന? 2 കാർബൺ ഗ്രാഫൈറ്റ് 3 H2. അപ്പം ഈ റിയാക്ഷനാണ് എന്ത്? ഈത്തൈൻ്റെ ഫോർമേഷൻ അല്ലെ? ഒരു മോൾ ഈത്തൈൻ ഫോം ചെയ്തു, അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് നിന്ന്. അപ്പൊ ഈ റിയാക്ഷന്റെ എൻതാൽപ്പി എന്താണോ അതാണ് ആക്ച്വലി എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈൻ. അപ്പൊ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ഈത്തൈൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആക്ച്വലി ഈ റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിച്ചാൽ മതി. ഈ റിയാക്ഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ ഇയാളുടെയും ഒക്കെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്. അപ്പൊ എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും ആലോചിക്കേണ്ട, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ്. അപ്പൊ 2 × എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഗ്രാഫൈറ്റ് പ്ലസ് 3 × എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് ഈത്തൈൻ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓരോ തന്നിട്ടുണ്ട്, അത് പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ റിയാക്ഷൻ എൻതാൽപ്പി കിട്ടും. അപ്പൊ സാറേ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലല്ലോ ചോദ്യം, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈൻ അല്ലേ ചോദ്യം. മക്കളെ ഈ റിയാക്ഷൻ എന്ന് വെച്ചാൽ എൻതാൽപ്പി, ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈനും എന്തെന്നാണ്? സെയിം ആണ്. കാരണം ഈ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഇയാളുടെ ഫോർമേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് പഠിക്കേണ്ട ഭാഗം എൻതാൽപ്പി ഓഫ് സൊല്യൂഷനാണ്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? അതായത് ഒരു എക്സാമ്പിൾ പറയാം. NaCl വാട്ടറിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ NaCl ആദ്യം Na+ഉം Cl- ഗ്യാഷ്യസ് അയോൺ ആയിട്ട് മാറി. അപ്പോൾ ഈ സമയത്തുള്ള എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാ ലാറ്റിസ് എൻതാൽപ്പി. ഒരു സോളിഡ് സിസ്റ്റം അതിന്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് അയോൺ ആയിട്ട് മാറാൻ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യണോ അതാണ് ലാറ്റിസ് എൻതാൽപ്പി. അങ്ങനെ ഈ ഗ്യാഷ്യസ് അയോൺ വാട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അക്വസ് അയോൺ ആയിട്ട് മാറും. അപ്പോൾ വാട്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ലേ, ഈ ഒരു ഗ്യാഷ്യസ് അയോൺ വാട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം എനർജിയാണ് റിലീസ് ചെയ്തത് അതാണ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഇപ്പോൾ ഇയാളെപ്പോഴാണ് സോല്യൂബിൾ ആയത്? സോളിഡ് മൊത്തം അക്വസ് അയോൺ ആയിട്ട് മാറണം, ഇപ്പോഴാണ് സോല്യൂബിൾ ആയത്. അപ്പോൾ ഈ ഒരു എൻതാൽപ്പിയാണ് കണ്ടുപിടിക്കേണ്ടത്. SSലും അപ്ലൈ ചെയ്യുക. ലാറ്റിസ് എൻതാൽപ്പിയും ഹൈഡ്രേഷൻ എൻതാൽപ്പി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തരും, എന്നിട്ട് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ചോദിക്കും. അല്ലെങ്കിൽ ഇതും തരും, എന്നിട്ട് ഹൈഡ്രേഷൻ എൻതാൽപ്പി ചോദിക്കും. അപ്പം ലാറ്റിസ് എൻതാൽപ്പിയും ഹൈഡ്രേഷൻ എൻതാൽപ്പി ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ കിട്ടുക. ആ പോയിന്റ് നിർബന്ധമായിട്ടും പഠിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ പോയിട്ട് റെഫർ ചെയ്യേണ്ട ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ച് പഠിക്കുക. അതേപോലെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ത് ചെയ്യുക? ഒന്ന് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. എളുപ്പമാണ്. ഒരു മോളിക്യൂൾ മൊത്തം അതിന്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറാനുള്ള എൻതാൽപ്പിയാണ് എന്ത്? എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക, അതും ഒന്ന് റെഫർ ചെയ്യുക. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതുവരെ നീറ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ തിയറിയാണ്. ഇപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇതെല്ലാം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അത് അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ